സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം, കുടിശ്ശിക വിതരണം, വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം എന്നിവയ്ക്കായി കേന്ദ്രം തുക അനുവദിച്ചു എന്നുള്ള സന്തോഷ വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാമൂഹിക സുരക്ഷാ പെൻഷനും കുടിശ്ശികയും കാത്തിരിക്കുന്ന 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻകാർ, വിവിധ മേഖലകളിലെ ആനുകൂല്യം കൈപ്പറ്റുന്നവർ എന്നിവർക്കെല്ലാം തുക എത്തിച്ചേരും. പെൻഷൻ ഗുണഭോക്താക്കൾക്കുൾപ്പെടെ നാളുകളായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ നടപടി ആരംഭിച്ചു. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക ലഭ്യമായ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആശ്വാസകരമായ നടപടിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. സാമ്പത്തിക വർഷാവസാനത്തേക്ക് 17,600 കോടി രൂപ കൂടി കടമെടുക്കാൻ അർഹതയുണ്ടെന്ന് കേരളം വാദിച്ചെങ്കിലും നിലവിൽ കേന്ദ്രം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് 8,000 കോടി രൂപയാണ്. ഇതിൽ 2,500 കോടി രൂപ കൂടി കടമെടുക്കാനുള്ള നീക്കം സർക്കാർ ഇന്നലെ ആരംഭിക്കുകയും തുക സർക്കാരിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഫെബ്രുവരി മാസം 7-ന് അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായി പെൻഷൻ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം. ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നും തുക അനുവദിച്ചത് സർക്കാരിന് കൂടുതൽ ആശ്വാസകരമായി തീർന്നിരിക്കുകയാണ്. വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശികയായിരിക്കുന്ന 4 മാസത്തിലെ പെൻഷൻ തുകയിലെ ഒരു ഗഡു കൂടി അനുവദിച്ചേക്കുമെന്നുള്ള അറിയിപ്പുകളാണ് പുറത്തുവരുന്നത്. പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി തുക എത്തിച്ചേർന്ന സാഹചര്യത്തിൽ ഇന്നു മുതൽ സംസ്ഥാനത്ത് പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും. ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്കാണ് വിതരണം ആരംഭിക്കുക. അതിനുശേഷമായിരിക്കും കൈകളിലേക്കുള്ള വിതരണം ആരംഭിക്കുക. മറ്റൊരറിയിപ്പ്, ഉയർന്ന ശമ്പളത്തിന് ആനുപാതികമായി തുകയടച്ചിട്ടും ഉയർന്ന നിരക്കിൽ EPF പെൻഷൻ ലഭിക്കാതിരുന്നവർക്ക് ആശ്വാസമായി ഹൈക്കോടതി വിധി. കഞ്ചിക്കോട്ടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ITIയിൽ നിന്ന് 2020 ഒക്ടോബർ മുതൽ വിരമിച്ച 46 പേർക്കാണ് കോടതി ഉത്തരവിലൂടെ ഉയർന്ന പെൻഷൻ അനുവദിച്ചിരിക്കുന്നത്. ഉയർന്ന നിരക്കിൽ പെൻഷൻ നൽകണമെന്ന് 2015-ലാണ് കേരള ഹൈക്കോടതി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനോട് ആവശ്യപ്പെട്ടത്. ഇതിനായി 1995 മുതൽ മുൻകാല പ്രാബല്യത്തോടെ ഉയർന്ന ശമ്പള വിഹിതം ഈടാക്കാവുന്നതാണെന്നും നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ച് മുഴുവൻ ശമ്പളത്തിന്റെയും ആനുപാതിക വിഹിതം അടച്ചവർക്കാണ് ഉയർന്ന നിരക്കിൽ പെൻഷൻ ലഭിക്കാതിരുന്നത്. ഉയർന്ന പെൻഷൻ അനുവദിച്ച ഹൈക്കോടതി വിധിക്കെതിരെ EPFO സുപ്രീം കോടതിയിൽ പുനഃപരിശോധന ഹർജി നൽകിയെന്ന കാരണം പറഞ്ഞായിരുന്നു ഈ നിഷേധം. എന്നാൽ ITIയിൽ നിന്ന് 2018 മെയ് വരെ വിരമിച്ചവർക്ക് ഉയർന്ന നിരക്കിൽ പെൻഷൻ അനുവദിച്ചു നൽകിയിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് 46 പേർ ഉയർന്ന പെൻഷന് വേണ്ടി പരാതിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. EPFOയുടെ പുനഃപരിശോധനാ ഹർജി 2022 നവംബറിൽ സുപ്രീം കോടതി തീർപ്പാക്കിയതിനെ തുടർന്ന് 2023 നവംബറിൽ 46 ജീവനക്കാർക്കും ഉയർന്ന പെൻഷൻ നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. കഴിഞ്ഞ ഒരു വർഷം നീണ്ട പെൻഷൻ പരിഷ്കരണ നടപടികളിൽ 46 പേരിൽ അവസാനത്തെയാൾക്കും കഴിഞ്ഞ ദിവസം ഉയർന്ന പെൻഷൻ ലഭിച്ചു. വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.